ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തേശുവിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. പ്രിയരെ, പെസഹയുടെ ആ നിമിഷങ്ങളിൽ തൻ്റെ അടുക്കൽ വരുന്ന പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അവർ അന്വേഷിക്കുമ്പോൾ ഒരു ബാലകൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. യേശു എൻ്റെ അടുക്കൽ അത് കൊണ്ടുവന്നു. യേശു സ്വർഗത്തേക്ക് നോക്കി അതിനെ മുറിച്ചു. അതിൽ നിന്ന് വാഴ്ത്തി കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. 12 കൊട്ട നിറച്ചെടുത്തു. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു 2-3 കാര്യങ്ങൾ ഞാനൊന്ന് ചിന്തയ്ക്കായി പറയുന്നു, നമ്മുടെ ആത്മീയ പ്രചോദനത്തിനായി പങ്കുവയ്ക്കുന്നു. 1, എ സ്പിരിച്വൽ ലീഡർ മസ്റ്റ് ഹാവ് എ സ്പെഷ്യൽ കണക്ഷൻ വിത്ത് ഗാഡ്. ചുറ്റുമുള്ള 12 പേരും, തൻ്റെ ശിഷ്യന്മാരാകുന്ന 12 പേരും ലോകത്തിലേക്ക് നോക്കി ഇത് തികയത്തില്ല, ഇത്ര രൂപയ്ക്ക് ആഹാരം പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറയുമ്പോഴും തൻ്റെ പുത്രനായ യേശു കർത്താവ് പിതാവുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുള്ളതിനാൽ ദൈവത്തിന്, ക്രിസ്തുവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. ആമേൻ, എൻ്റെ ജനത്തിന് കൊടുക്കുവാൻ ആവശ്യമായ ഭക്ഷണം എൻ്റെ സ്വർഗീയ പിതാവ് കരുതുമെന്ന്. ഓർത്തു നോക്കൂ മോശയുടെ അനുഭവം. ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന ജനം പിറുപിറുക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, അട്ടഹസിക്കുന്നു. പക്ഷേ എന്നാൽ മോശയ്ക്ക് ആ സിറ്റുവേഷനേക്കാൾ ഉപരിയായി തൻ്റെ പിതാവിനിൽ ഒരു വലിയ വിശ്വാസം, യഹോവയായ ദൈവത്തിൽ ഒരു വലിയ വിശ്വാസം. ദൈവത്തോട് തൻ്റെ ഹൃദയം കൊണ്ട് ഇടപെടുന്നു. ദൈവത്തിൻ്റെ മറുപടി വരുന്നു. ആ വടിയെടുത്ത് നീട്ടുന്നു. അത്ഭുതം നടക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയുടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ, ഉപജീവന മാർഗത്തിൻ്റെ, വേദനയുടെ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ഒരത്ഭുതം കർത്താവെ എനിക്ക് വേണ്ടി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സിറ്റുവേഷൻസ് ആർ വെരി നെഗറ്റീവ്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവുമായിട്ടൊരു പ്രത്യേക ബന്ധം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റാർക്കും വെളിപ്പെടാത്ത ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പരിമിതികളെ നോക്കാതെ, ഡോണ്ട് ലുക്ക് ഓൺ ദ ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ 5 യവത്തപ്പവും 2 മീനും മാത്രമാണ്. പക്ഷേ യേശുവിൻ്റെ നോട്ടം തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഖജനാവിലേക്കാണ്. ആമേൻ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ മഹത്വം കണ്ടതാരാണ്? ഈ ഭൂമിയിലുള്ളതെല്ലാം തൻ്റെ ഉടമസ്ഥതയിലിരിക്കുന്നൊരു പിതാവ്. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെല്ലാം എന്തെല്ലാം കടലിലെ, കരയിലെ, പർവ്വതങ്ങളിലെ, മഞ്ഞുപാളികൾക്കടിയിലെ, കൽക്കരി കനകൾക്കടിയിലെ എണ്ണ, എല്ലാം സകലതും തൻ്റെ പിതാവിൻ്റേതാണെന്ന ഉറപ്പുള്ള ആ സ്വർഗീയമായ പുത്രൻ നോക്കുന്നത് തൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് ആയ, തൻ്റെ കയ്യിലുള്ള 5 യവത്തപ്പത്തെ അല്ല, 2 മീനിനെ അല്ല യേശു നോക്കുന്നത്. അയ്യോ, ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിനു വേണ്ടി നമ്മുടെ കയ്യിലുള്ള ചെറിയ നന്മ വച്ചിട്ട് എന്താകും, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ നോക്കുക പിതാവിങ്കിലേക്ക്. ആ പിതാവിൻ്റെ അധീനതയിലുള്ള സകലത്തിനും മക്കളാകുന്ന നമ്മൾ ഓഹരിക്കാരാണ്. ഒരു സ്പെഷ്യൽ കണക്ഷൻ വിത്ത് ദ ഗാഡ്. ആസ് ദ ഗാഡ്, ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞാൻ മകളാണെങ്കിൽ, ഞാൻ മകനാണെങ്കിൽ എൻ്റെ അപ്പനായ അങ്ങയുടെ സകലത്തിനും ഞാനും ഓഹരിക്കാരാണ്, ഓഹരി വേണ്ടവനാണ്. കർത്താവ് എനിക്ക് നൽകണം. അതേ പ്രിയരെ, നമ്മുടെ നോട്ടം ഒരിക്കലും ലിമിറ്റഡ് റിസോഴ്സസിലാകാതെ, നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ നന്മയിൽ മാത്രം നോക്കാതെ, ഒരുപക്ഷെ നമ്മളൊരു ജോലിക്ക് ശ്രമിക്കായിരിക്കാം, ഒരു വേക്കൻസി ആയിരിക്കാം, 1000 പേരുണ്ടാകാം. ആ ഒരു വേക്കൻസിയിലല്ല നമ്മുടെ നോട്ടം സ്വർഗീയ ദൈവത്തിലേക്ക്. ആ നോട്ടം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു.
അതെ, മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ പ്രിയരെ. ആമേൻ. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനെ അല്ല ദൈവം നോക്കുന്നതാ. ചുറ്റുപാടുകൾ ദൈവം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 12 ശിഷ്യന്മാരും 12 അഭിപ്രായം പറയുമായിരുന്നു. പത്രോസ് പറയുമായിരുന്നു, നാഥാ, ഞാൻ അങ്ങേ ഏറ്റവും അധികം സ്നേഹിക്കുന്നു, ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ കടലിൽ പോയി മീൻ പിടിച്ചേക്കാം. അന്ത്രയോസ് മറ്റൊന്ന് പറയുമായിരുന്നു. യോഹന്നാൻ വേറൊരു അഭിപ്രായം പറയുമായിരുന്നു. യേശുവിന് അവരുടെ അഭിപ്രായത്തെക്കാളുപരിയായി കർത്താവിൻ്റെ അടുക്കൽ, പിതാവിൻ്റെ അടുക്കൽ ഒരു അഭേദ്യമായ വിശ്വാസം തൻ്റെ പിതാവിനോടുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ ഒരു വിശ്വാസം വർദ്ധിക്കട്ടെ. എൻ്റെ സാഹചര്യങ്ങൾ എന്തോ പറയട്ടെ, എൻ്റെ വീട്ടുകാരെന്തോ പറയട്ടെ, പക്ഷേ എനിക്കെൻ്റെ കർത്താവിൽ അചഞ്ചലമായ വിശ്വാസമാണ്. ഭക്തനായ ദാവീദ് പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവസാനമായിട്ടൊരു ചിന്ത കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. യേശു 5 അപ്പം എടുത്തു, 2 മീനെടുത്തു, 12 കൊട്ട അവിടെ വച്ചേക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നിറച്ചെടുക്കാൻ. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അല്പം കൊടുത്തിട്ട് ബാക്കി പിടിക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ വചനം പറയുന്നു, അവർക്ക് വേണ്ടുവോളം അപ്പവും മീനും കൊടുത്തു. എന്നിട്ടാ കർത്താവ് 12 കൊട്ട നിറച്ചെടുത്തതാ. നമ്മളാണെങ്കിൽ യേശുവിനെ നോക്കിയിട്ട് നമ്മൾ പറയും, ഭ്രാന്തുണ്ട് കർത്താവിന്. അതേ പ്രിയരെ, ആത്മപൂർണൻ ഭ്രാന്തനാണെന്ന് തിരുവചനം പറയുന്നു. ഒരു ഭ്രാന്തനെ പോലെ മിറക്കിൾസ് പ്രതീക്ഷിക്കുക. ജീവിതത്തിൽ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു മിറക്കിൾ, ദൈവം എൻ്റെ തലമുറയിൽ, ദൈവം എൻ്റെ വിശ്വാസത്തിൽ, ദൈവം എൻ്റെ കുടുംബജീവിതത്തിൽ, ദൈവം എൻ്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ, ദൈവം എൻ്റെ ഞെരുക്കത്തിൽ. അതേ പ്രിയരെ, ദാവീദും പറയുന്നു, ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു, ദൈവം എനിക്ക് വിശാലത വരുത്തി. ഇന്ന് ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം എല്ലാ നന്മകളാലും നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗാഡ് ബ്ലെസ് യു.